ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മെസ്സേജ് അയക്കൂ എന്ന്. ഇവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് സോഡിന്റെ എനർജിയാണ് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു. ചില ജോലികളൊക്കെ ചെയ്തിട്ട് വളരെയധികം ക്ഷീണിതനായിട്ട് വന്നിട്ട് ക്ഷീണിക്കുന്ന അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നത്. അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇൻസൈറ്റ്സ് ദാറ്റ് കം ഫ്രം മെഡിറ്റേഷൻ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. മെഡിറ്റേഷനിലൂടെ ലഭിക്കുന്ന എന്താണ്? ഉൾക്കാഴ്ച ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഉൾക്കാഴ്ചയിലൂടെയാണ് നാളെ എന്ത് കാര്യത്തിലേക്ക് മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നത്. അങ്ങനെ അതിനായിട്ട് ശ്രമിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഒരുപാട് ജോലി ചെയ്ത് തളർന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ കുറച്ച് വിശ്രമം എടുക്കാനും മറന്നു പോകരുത് എന്നിവിടെ ഗൈഡൻസ് വന്നിട്ടുണ്ട്. എപ്പോഴും അങ്ങ് വിശ്രമമാണെങ്കിലോ അതും ശരിയല്ല. നല്ലതുപോലെ പരിശ്രമിച്ചിട്ട് കുറച്ച് വിശ്രമിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 10 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ടു ഹാർഡ് ഓർ ടു മെനി അവേഴ്സ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത്, ഇവിടെയും അത് തന്നെയാണ്, ഹാർഡ് വർക്ക് ഒരുപാട് ചെയ്ത് തളർന്നു പോയി. ഇനി ഇതങ്ങ് എൻ്റെ ആക്കാൻ പോവുകയാണ്. എനിക്ക് ഇനി വയ്യ, മനസ്സിലായോ? എനിക്ക് ഈ ഒരു ഭാരം ഇനി എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ഇതിവിടെ എൻ്റെ ആക്കുന്നു, ഞാനൊരു പുതിയ ജോലിയിലേക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ ഇവിടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നും ഇവിടെ പറയുന്നുണ്ട്. മനസ്സിലായോ? നമുക്കിപ്പോൾ ഒരുപാട് കഷ്ടതകളാണ്. നമുക്കവിടെ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. ഇവിടെ പറഞ്ഞതുപോലെ എങ്ങനെയാണ്? കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം, എന്നിട്ട് മുന്നോട്ട് വരാമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കണം. നിങ്ങളായിരിക്കണം ചിലപ്പോൾ നിങ്ങളുടെ വീടിന്റെ മുഴുവനും കാര്യങ്ങൾ നോക്കുന്നത്. അതുമാത്രമല്ല, മറ്റുള്ളവരുടെയും കൂടെ ചിലപ്പോൾ ഏറ്റെടുക്കും, അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ചിലർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ സന്തോഷം ഉണ്ടാവും, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നതിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ചിലരുടെ കാര്യമാണ്, എല്ലാവരുടെയും കാര്യമല്ല. അപ്പോൾ എന്ന് കരുതിയാലും ഇവിടെ നിങ്ങൾക്കത് വളരെയധികം ഭാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ അവിടെ നിർത്തിവെക്കാവുന്നതാണ്. മനസ്സിലായോ? അല്ലാതെ തളർന്ന് ആരോഗ്യത്തെ ക്ഷയിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ അങ്ങനെ വയ്യ എന്ന് തോന്നുമ്പോൾ അതിനെ അവിടെ എൻഡ് ആക്കുക, മുന്നോട്ടൊരു പുതിയ തുടക്കത്തിലേക്ക് വരാവുന്നതാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പലർക്കും ഒരു പുതിയ തുടക്കം വരുന്നത് പോലെ കാണുന്നുണ്ട്. 10 ആണ് നമ്പർ. 10 ഓഫ് വാൺസിന്റെ നമ്പർ അല്ലേ, വാൺസിന്റെ എനർജിയാണ്. അപ്പോൾ ഇതിവിടെ എൻഡ് ആവുന്ന ചില കാര്യങ്ങൾ എൻഡ് ആക്കേണ്ടതായിട്ട് വരുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പെന്റക്കിൾ എർത്ത് സൈൻ ആണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഇവിടെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായി? ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടുമ്പോൾ ആരുമില്ല കൂടെ, സാമ്പത്തികം ബുദ്ധിമുട്ടില്ല, അപ്പോൾ ഹെൽത്ത് ബുദ്ധിമുട്ടില്ല, അപ്പോഴെന്താണ്? ആൾക്കാരൊക്കെ നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകും. എപ്പോഴും നമ്മളോടൊപ്പം ആൾക്കാർ കാണുന്നത് എപ്പോഴാണ്? ഒരുപാട് സാമ്പത്തികമുള്ളപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, അല്ലേ? അപ്പോൾ ഈ കാണുന്ന വ്യക്തികളൊന്നും കുറെ കൂടെ കഴിയുമ്പോൾ അടുത്ത് കാണില്ല, അവരൊക്കെ അങ്ങ് പിരിഞ്ഞു പോകും. പിന്നെ ആ ഒരു സമയത്ത് അടുത്തുള്ളത് ആര് മാത്രമാണ്? യൂണിവേഴ്സ് മാത്രമാണ്. ദൈവം മാത്രമേ നമുക്ക് കൂട്ടിനുള്ളൂ ആ ഒരു സമയത്ത്. കാരണം ദൈവവുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയ ഒരു സമയം അപ്പോഴാണ്, എപ്പോഴും ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്ത്. ചിലപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ചെയ്യുന്ന ഒരു പ്ലാൻ ആയിരിക്കാം.
യൂണിവേഴ്സിന്റെ ഒരു പ്ലാൻ ആയിരിക്കണം നിങ്ങളിൽ നിന്നും മറ്റുള്ളവരെ അകറ്റുന്നത്. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങളിലുള്ള നിഷ്കളങ്കതയാണല്ലോ ദൈവത്തെ കൂടുതൽ നിങ്ങളുമായിട്ട് അടുപ്പിക്കുന്നത്. അത് നിങ്ങൾ ഭൗതിക സുഖങ്ങളിൽ മുഴുകി അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുമായിട്ട് മുഴുകി ചേർന്ന് കഴിയുമ്പോൾ അത് ലഭിക്കുകയില്ല. ഒറ്റപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തെ കണ്ടെത്തുന്നതും അതുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതും അപ്പോൾ മാത്രമാണ് ദൈവശക്തിയുമായിട്ട്. അപ്പൊ അതിനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അവസരത്തിലാണ്, ആരുമില്ല എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വിഷമിച്ചിരിക്കുന്ന ഒരു അവസരത്തിൽ ഇവിടെ എന്താണ്, ഇവിടെ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് അവർ നിങ്ങൾക്ക് കൂട്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെയാണ് ദൈവശക്തി നമ്മളോടൊപ്പം ഉണ്ടാവുന്നു എന്ന് പറയുന്നതിന്റെ എനർജിയാണ് ഇതിവിടെ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 7 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിവിടെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ട് എടുത്തതിനനുസരിച്ചുള്ള ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ജോലിയിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശമ്പളം കിട്ടാറായിട്ടുണ്ട്, പക്ഷെ ശമ്പളം കിട്ടുന്നില്ല. അതെല്ലാം തടഞ്ഞു വെക്കുകയാണ്. പിന്നീട് കിട്ടും എന്നുള്ള വളരെ വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ അതിന് കാത്തിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്ഷമയോടുകൂടി അന്വേഷിക്കുന്നുണ്ട് അതെനിക്ക് ലഭിക്കാറായോ എന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾക്കത് ലഭിക്കും. തീർച്ചയായിട്ടും ഈ അൺനെസസറി വറി ഒഴിവാക്കൂ എന്നാണ് പറയുന്നത്. അനാവശ്യകരമായ ആ ദുഃഖങ്ങളെ അല്ലെങ്കിൽ ആലോചനകളെയൊക്കെ ഒഴിവാക്കി എടുക്കുന്നത് നല്ലതാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ്ങിന് വേണ്ടി ഇപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു നല്ല സമയം വരാതിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കൂ. ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയുടെ ഫലം നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് പിന്നീട് ലഭിക്കും എന്തായാലും. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴൊന്നും കിട്ടുന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 8 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. എന്തിന്റെ ഓപ്പർച്യൂണിറ്റി? കരിയർ സംബന്ധമായ കാര്യങ്ങളിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നതാണ്. അതുപോലെ ബിസിനസ് ട്രാവൽ നടത്താനുള്ളത്, ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. അത് എന്തിനുള്ളതാണ്? അത് ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ഒരു പ്രോഗ്രസിന് വേണ്ടിയുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്നു. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന വളരെ നല്ല അഭിവൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അല്ല എങ്കിൽ നിങ്ങൾ നേരത്തെ പരിശ്രമിച്ചിട്ടുള്ളതിന് ഫലം കിട്ടുന്നുണ്ട്. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ നടത്തുന്നതോടുകൂടി ഒരുപാട് ട്രാവലിങ്ങിന്റെ എനർജി ഉണ്ട്. അപ്പോൾ ട്രാവലിംഗ് നടത്തുന്നതിലൂടെ എന്താണ്, നിങ്ങൾക്കൊരു സക്സസിലേക്ക് പോകാൻ സാധിക്കുന്ന, കൂടുതലായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ റീയൂണിയന്റെ എനർജി ഉണ്ട്. നോ കോണ്ടാക്ട് ആയിട്ടിരിക്കുന്ന ലവേഴ്സ്, കപ്പിൾസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു റീയൂണിയനും സാധിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. ജോലിയിൽ ഒരുപാട് ഉയർച്ച വരാൻ പോകുന്നുണ്ട്. നല്ലൊരു പ്രോഗ്രസ് നിങ്ങളുടെ ജോലിയിൽ വരാൻ പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് നല്ല ജോലി ലഭിക്കാൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലുള്ള പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി തരുന്നത്. ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമല്ലോ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു. ഏതൊരു കാര്യത്തിലും, ചിലപ്പോൾ വിവാഹ കാര്യമാകാം, ചിലപ്പോൾ കുഞ്ഞിന്റെ ജനനമാകാം, ചിലപ്പോൾ വീടിന്റെ പാല് കാച്ചൽ, ചിലപ്പോൾ വാഹനം വാങ്ങിക്കുന്നതിലാവാം. ഇനി എന്ത് കാര്യമാണോ നിങ്ങൾ ഇവിടെ സന്തോഷത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നത്, വന്നിട്ട് സന്തോഷിക്കാനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിനായിട്ട് ഇവിടെ നിങ്ങൾ
ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് പേർക്കും പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ക്ഷണിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാം. നിങ്ങൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം ആയിരിക്കാം നിങ്ങൾക്ക് ദൈവം തരുന്നത്. മനസ്സിലായി? അങ്ങനെയുള്ള ചില വഴികളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നും അതുപോലെ ഒരുപാട് സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇന്നത്തേത് എന്നും കാണുന്നുണ്ട്. ഇവിടെ പെന്റക്കിളിന്റെ എനർജിയാണ്, കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് നേടിയെടുക്കാനുള്ള എനർജിയാണ് ഒരു കിങ് ആയിട്ടിരിക്കാനുള്ളത്. ഒരു അധികാര പദവിയിലേറാനുള്ള ഒരു സമയമായിരിക്കുന്നു. അവിടെ എന്താണ് അധികാര പദവിയിലേറുമ്പോൾ എന്താണ് അത്യാവശ്യമായിട്ടുള്ളത്? മണിയാണ്, അല്ലെ? മണി എനർജി വേണം. ഇല്ലാതെ ഒരാളിനും അധികാര പദവി ലഭിക്കില്ല. മനസ്സിലായി? ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്, പക്ഷെ ആ കഴിവിനെ മാത്രം അടിസ്ഥാനമാക്കി അല്ല നമുക്ക് ഈ ഒരു അതോറിറ്റി പവർ ലഭിക്കുന്നത്. അവിടെ എന്താണ് നല്ലൊരു ജോലിയുള്ള വ്യക്തിക്ക്, അല്ലെങ്കിൽ നല്ലതുപോലെ സാമ്പത്തികം ഏൺ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക്, അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിക്ക്, അതിനപ്പുറത്തായിട്ട് ഒരുപാട് സ്കിൽസുകളുള്ള കഴിവുകളുള്ള വ്യക്തികൾക്ക് അങ്ങനെയാണ് ഈ ഒരു പദവിയിലേക്ക് വരാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പലർക്കും ഇത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്ക് വരാൻ കഴിയുന്ന, ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിലേക്ക് ഒരുപാട് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഇവിടെ നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്ന സമ്പത്തിൻ്റെതായ രാജാവ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് സൺ കാർഡാണ്. വളരെ സൂപ്പർ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. ഈ സൺ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? എ ടൈം ഓഫ് ഗ്രേറ്റ് ജോയ് ആൻഡ് സക്സസ്. കണ്ടില്ലേ? ഒരുപാട് സന്തോഷം, അതുപോലെ സക്സസ് ആണ് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ എന്തിന്റെ സക്സസ് ആണ്? ചിലപ്പോൾ വീട് വാങ്ങിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജന്മത്തിലേക്ക് പോകുക. പുതിയ ജന്മം എന്ന് പറയുമ്പോൾ എന്താണ്? പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം, അങ്ങനെ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ എന്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, എന്ത് സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, സന്തോഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ, അവിടെ നിങ്ങൾ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കാൻ മറന്നു പോകരുത് എന്നൊരു ഗൈഡൻസ് കൂടി ഉണ്ട്. മനസ്സിലായി? നിങ്ങളൊരു പുതിയ വെളിച്ചത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് അറിവുകൾ നേടിയിട്ട് ഒരു വെളിച്ചത്തിലേക്ക് പോകുന്നു. ഇരുളിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് പോവുകയാണ്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകുമ്പോഴല്ലേ അത് വെളിച്ചം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇരുളിന്റെ ഗുണം എന്താണെന്നും വെളിച്ചത്തിന്റെ ഗുണം എന്താണെന്നും അപ്പോഴല്ലേ മനസ്സിലാകുന്നത്. ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക് പോകുമ്പോഴാണ് ദുഃഖം എന്താണെന്ന് അറിയുന്നത്, അല്ലെങ്കിൽ സുഖം എന്താണെന്ന് മനസ്സിലാകുന്നത്. എന്ന് ഒരിടത്ത് തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ഗുണം മാത്രമേ മനസ്സിലാവുകയുള്ളൂ, അല്ലേ? എന്ന് പറയുന്ന പോലെ ഇവിടെ നല്ലതുപോലെ വെളിച്ചത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ റീയൂണിയൻ ഒക്കെ നോക്കിയിരിക്കുന്ന കപ്പിൾസ്, പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, അഥവാ പിന്നെ ലവേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജിയുമുണ്ട്. അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനും സാധിക്കുന്നു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ? പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ് അല്ല, സോറി, ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ വളരെ സന്തോഷകരമായ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങളിലേക്ക് ആരോ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾ ആർക്കോ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഈ സ്നേഹം നിറച്ച കപ്പ് കൊടുക്കാൻ വേണ്ടി. ഈ ഒരു ലവ് ഒന്ന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട്, അത് സ്വീകരിക്കാനായിട്ട് നിങ്ങളിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇവിടെ നമ്മൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. വളരെ ഏറ്റവും പുതിയ ഒരു മനോഹരമായ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് ഇവിടെ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ്? റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഓർ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആവാം, അതുമല്ല എങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ആവാം. എന്തായാലും നിങ്ങൾ വളരെ നല്ല ഒരു മനോഹരമായ ഒരു തുടക്കം നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റൊമാൻറ്റിക് ലൈഫിൽ, ഒരു ലവ് ലൈഫ്.
മനസ്സിലായോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ഒന്നുകിൽ ഒരു ലവ് ലെറ്റർ നിങ്ങളിലേക്ക് വരാം, അല്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഒരു ലവ് ലെറ്റർ മെസ്സേജായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത്. പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു റൊമാൻറ്റിക് ലൈഫ്, ഡിവൈൻ റൊമാൻറ്റിക്, മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അതിനുള്ള ഒരു തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തരുന്നതുമാകാം. അതുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അത് പുതിയതായിട്ട് തുടങ്ങുന്നു, അത്തരത്തിലുള്ള ഒരു പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്ത് കിട്ടിക്കഴിഞ്ഞാലും നിരാശയാണ്. ആഗ്രഹിച്ചത് തന്നെ വേണം, അങ്ങനെ ആഗ്രഹിച്ചത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ഒരു ഗിഫ്റ്റ് തരും. പക്ഷെ നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അത് ഇല്ലാതെയാവരുത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും എല്ലായ്പ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്നെ വേണം. മെഡിറ്റേഷൻ ചെയ്യുന്നോ, വളരെ വളരെ ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ, ഡീപ്പായിട്ടുള്ള ബ്രത്ത് എടുക്കുക. അപ്പോൾ ഈ ഒരു ബ്രീത്തിലൂടെ തന്നെ നിങ്ങൾക്ക് എന്താണ്, ആ ശ്വാസത്തിൽ മാത്രമുള്ള ശ്രദ്ധയാകാവുള്ളൂ. കോൺസെൻട്രേഷനാണ് അത്യാവശ്യം, മനസ്സിലായി? അങ്ങനെ വരുമ്പോൾ ഇവിടെ കോൺസെൻട്രേഷൻ ഇല്ലാതെ ഇരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്, അത് കാണുന്നില്ല. അങ്ങനെ അശ്രദ്ധ കൊണ്ട് നിങ്ങളുടെ ചോയ്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഏതു കാര്യത്തിലും ശ്രദ്ധ അത്യാവശ്യമാണ്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നല്ലേ നമ്മുടെ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. ശ്രദ്ധയുള്ളവനാണ് ജ്ഞാനം, അറിവ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ശ്രദ്ധയില്ലാതെ ഇരുന്ന് നിങ്ങളുടെ അവസരങ്ങളെ നിങ്ങൾ കളഞ്ഞു കുളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലൂടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ അവസരങ്ങൾ ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ ശ്രദ്ധയില്ലാതെ ഇരുന്നാൽ നമുക്കവിടെ പരാജയപ്പെടുക മാത്രമാണ് അതിൻ്റെ ഒരു ഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ജോലി സാധ്യതകൾ വരാം, അതുമല്ലെങ്കിൽ ലവ് പ്രപ്പോസൽസ് വരാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഏത് കാര്യമായാലും വളരെയധികം ശ്രദ്ധയോടുകൂടി അതിനെ നിരീക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് വേണ്ടതിനെ നിങ്ങൾ സ്വീകരിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മൂന്ന് കാർഡ്സ് ഞാൻ എടുക്കാവേ. എന്തൊക്കെയാണ് ഇവിടെ? ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് അത് മോശമായിട്ട് തോന്നുക, അല്ലെങ്കിൽ അത് ജീവിതത്തിൽ ഒരു പരാജയമാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പോഴത്തെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഇപ്പോൾ പോകുന്ന ജീവിത വഴിയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയ ഒരു വഴി തിരഞ്ഞെടുക്കാം എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെയിറ്റ് എന്ന് കാണുന്നുണ്ട്, ബി അസർട്ടീവ് എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ പുതിയ വഴി തിരഞ്ഞെടുക്കൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് പറയുന്നത്? വെയിറ്റ് ചെയ്യൂ, അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ, ആ പുതിയ വഴിയും നല്ലതാണോ എന്ന് നോക്കൂ എന്നാണ് പറയുന്നത്. ഏഞ്ചൽസ് പറയുന്നതാണ് ആ പുതിയ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കൂ എന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷെ അതും തിരഞ്ഞെടുക്കാൻ വരട്ടെ, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യൂ, അതും എങ്ങനെയുള്ളതാണ് എന്ന് നോക്ക്, എന്നിട്ട് തിരഞ്ഞെടുക്കൂ, അതിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നാണ് പറയുന്നത്. ഈ അസർട്ടീവ് എന്തുകൊണ്ട്? നിങ്ങൾ ശുഭാപ്തി വിശ്വാസമുള്ളവരാകൂ. ഇവിടെ റൊമാൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്ന രണ്ടുപേർ എത്തിച്ചേരുന്നതും വളരെയധികം ഒരു റൊമാൻറ്റിക് ലൈഫിലൂടെ മുന്നോട്ട് പോകുന്നതുമായ എനർജിയാണ്. ഇത് നിങ്ങൾക്ക് ഡിവൈൻ തന്നെ തരുന്നതാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും അത്യാവശ്യം? നിങ്ങൾക്ക് അസർട്ടീവാണ്, ശുഭാപ്തി വിശ്വാസമുള്ളവരായി തീരൂ. നമുക്ക് എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു സക്സസും ലഭിക്കില്ല. അതേസമയം പല കാര്യങ്ങളിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിലോ അവിടെ നമുക്കത് നേടിയെടുക്കാൻ പറ്റും. മനസ്സിന് ധൈര്യമില്ല, സ്ട്രെങ്ത് ഇല്ലാത്ത ഒരവസ്ഥ, മെന്റലി ഫിസിക്കലി ഒക്കെ തളർച്ചയുള്ള ഒരു സമയത്താണെങ്കിൽ എന്തെങ്കിലും സാധിക്കുമോ? ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കൂ. മഴവില്ലിൻ്റെ 7 കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ചക്രാസൊക്കെ നിങ്ങൾക്ക് വളരെയധികം എനർജറ്റിക് ആവുന്ന ഒരവസ്ഥയിലേക്ക് പോകണം. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോഴാണ് നിങ്ങൾക്ക്
ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് റൊമാൻസിലേക്ക് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. ഹൈപ്പ് ചെയ്യാൻ പറ്റിയാൽ അതും ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെയും ബൈ.